മുടിയൊക്കെ വളർത്തിയ താടിയൊക്കെ വെച്ചൊരു വെള്ള ഷർട്ടും ഒരു തോർത്ത് പോലെ എന്തോ ഒന്ന് തോളത്തിട്ടതുപോലൊരു പടം, മനോഹരമായൊരു പടം നമ്മുടെ വീഡിയോയിലൊക്കെ കാണുന്ന പടം ഭിത്തിയിലുണ്ട്. സാർ കുറച്ചു നേരം ആ നോക്കി എന്നിട്ട് ചോദിച്ചു, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ഫ്രിഡ്ജിൽ ലൈറ്റ് കയറി. പെട്ടെന്ന് അവർ വന്ന് രോഹിത് വന്നതെന്ന് അറിഞ്ഞിട്ടായിരിക്കാം കുട്ടു വന്നിട്ടുണ്ട്. കുട്ടുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. കാരണം ഇവരങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിൽക്കുന്നവർ ഇന്ന് കേരളത്തിലായാലും ഇന്ത്യയിലായാലും അറിയപ്പെടുന്നൊരു പാരാസൈക്കോളജിസ്റ്റ് ജോജി മാത്യു സാറിനെ പോലെ ആൾ വീട്ടിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാനൊരു പേപ്പറിൽ, ഞാനിങ്ങനെ ക്യാബിലിരിക്കുക, പേപ്പറിൽ എഴുതിയതാണ് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത്. ഞാൻ 20-ാം തീയതി സ്പിരിച്വൽ അവേഴ്സിൻ്റെ വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരുടെ ആ ബാക്ക് മീഡിയയുടെ പ്രേക്ഷകരെ മുന്നിൽ വെച്ച് എൻ്റെ കവർ പേജ് പ്രകാശനം നടത്താം. അപ്പോൾ പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റില്ല, അത് അച്ചടിച്ച് വരണം, ബാക്കി കാര്യങ്ങളൊക്കെ. ഇദ്ദേഹം വീട്ടിൽ വന്നിരുന്നു. ജോർജ് മാത്യു സാർ പറഞ്ഞിട്ടാണ് വന്നത്, സാർ ഒന്ന് വിളിച്ച് സംസാരിക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ചില്ല, അദ്ദേഹത്തെ വിളിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഒരു പ്രൊഫസറാണ്, ജോർജ് മാത്യു സാറിൻ്റെ കൂടെയുള്ള സൈക്കിക്കാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഒരു ഞെട്ടിപ്പിക്കുന്നു. മരണപ്പെട്ടവർ പറയാൻ ബാക്കി വെച്ചത് ഒരുപാടുണ്ടാകും. കുട്ടുവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ സ്റ്റോറികൾ ചെയ്തായിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ സ്റ്റോറി ജോർജ് മാത്യു സാറുമായിട്ട് കുട്ടുവിൻ്റെ വീട്ടിൽ പോകുന്നതായിരുന്നു. എങ്ങനെയായിരുന്നു അന്നത്തെ അനുഭവം? ജോർജ് മാത്യു സാറിനോടൊപ്പം കുട്ടുവിൻ്റെ വീട്ടിൽ പോവുക, ആദ്യത്തെ വട്ടം ഞാൻ പോയ വീഡിയോയും അതിനുശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ ഡോക്ടർ ടിറ്റി വർഗീസുമായിട്ടും രാഹുലുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുത്ത വീഡിയോസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലുള്ളവരോട് ഒരു അടുപ്പം നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം ചെല്ലുമ്പോൾ ഞാനവിടെ ഒരു അപരിചിതനായിരുന്നു. പക്ഷേ രണ്ടാം തവണ ഞാൻ ആ വീട്ടിലേക്ക് പോയത്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യ തവണ ഞാൻ ആ വീട്ടിലേക്ക് പോയത് വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. രണ്ടാം തവണ അവിടേക്ക് പോകുന്നതിനുണ്ടായ കാരണം, ജോർജ് മാത്യു സാറുമായിട്ട് സാറിൻ്റെ വീടിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞത്. സാർ പെട്ടെന്ന് ഇൻ്റർവ്യൂവിൽ നിന്ന് മാറി ചോദിച്ചു, അത് എവിടെയാണെന്ന് ചോദിച്ചു. തിരുവനന്തപുരത്താണ്. ആണോ, നമുക്ക് അവിടെ വരെ വേണമെങ്കിൽ ഒന്ന് പോകാം എന്ന് സാറ് പറഞ്ഞു. സാറ് പറഞ്ഞെങ്കിലും ജോർജ് മാത്യു സാറുമായിട്ട് അത്ര ഒരു വീട്ടിൽ പോവുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമായിരിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയാം. അത് പറഞ്ഞെങ്കിലും ഞങ്ങൾ അതിനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. സാർ ചെറിയ കാഷ്വലായിട്ട് പറയുകയാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പുള്ളി വീണ്ടും പറഞ്ഞു. അപ്പം ഞാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സെൽവൻ ചേട്ടനോട് പറഞ്ഞു, സെൽവൻ ചേട്ടാ ഒന്ന് വിളിച്ചു നോക്കാം, നമുക്ക് പറ്റുമെങ്കിൽ പോകാം. അപ്പോൾ സെൽവൻ ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, കുട്ടുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്, അവിടെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഞാൻ ആദ്യത്തെ ദിവസം അവിടെ പോയി വീഡിയോ പോസ്റ്റ് ചെയ്ത് 4-5 ദിവസത്തിന് ശേഷം കുട്ടുവിൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രോഹിത്, കുറച്ച് ചാനലുകാരൊക്കെ വന്ന് ഇവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ ആരെയും വിളിക്കാനൊന്നും തോന്നില്ല, ഒരു നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അവരൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ആ കുട്ടുവിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടു വരുമ്പോൾ അച്ഛനെ അറിയാൻ കഴിയുന്നത് അച്ഛൻ്റെ കയ്യിലൊരു മരവിപ്പുണ്ടാകും, ഒരു വൈബ്രേഷൻ ഉണ്ടാകും. അങ്ങനെയാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുക. പെട്ടെന്ന് എൻ്റെ മുഖം വരികയും കുട്ടു രോഹിതനെ ഇവിടെ സംസാരിക്കണം, വിളിക്കണമെന്ന് പറയുകയും ചെയ്തു. അതിനെ തുടർന്നാണ് അദ്ദേഹം എന്നെ വിളിച്ചത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണണമെന്ന് ഞാൻ കുറേ ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ ദിവസം തന്നെ അമ്മ പറഞ്ഞത് എന്നേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ആ അച്ഛനാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു റിട്ടയർഡ് ആർമി ഓഫീസർ കൂടിയാണ്. അപ്പോൾ അത്രയും ഒരു റിട്ടയർഡ് ആർമി ഓഫീസർ എന്ന് പറയുമ്പോൾ മെൻ്റലി അത്രത്തോളം കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി കേൾക്കണം. അപ്പം ഒരു പട്ടാളക്കാരൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായിട്ടും അതിനു വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിലൊന്നും പാളിപ്പോകുന്നൊരു മനസ്സൊന്നും ആവണമെന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതം കഴിഞ്ഞിട്ട് അദ്ദേഹം KMML ജീവനക്കാരനായി തുടരുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ആ കുടുംബത്തിന് മകനുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് എന്താണ് എന്ന് ആ വീട്ടിൽ പോയപ്പോഴൊക്കെ കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അവിടേക്ക് പോകണമെന്നൊരാഗ്രഹം തോന്നി. ഞങ്ങളത് വിട്ടു. ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തിരുന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ വെയിൽ ജാസ്തി ആയപ്പോൾ നമ്മൾ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് ഷൂട്ട് മാറ്റാൻ വേണ്ടി സെറ്റ് ചെയ്തപ്പോൾ നന്നായി വിശക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്നാ പോയിട്ട് ഫുഡ് വാങ്ങിയിട്ട് വരാം. അപ്പോൾ എല്ലാവരും കൂടി പോകാമെന്ന് പറഞ്ഞപ്പം ജോർജ് മാത്യു സാർ പറഞ്ഞു, എനിക്ക് ഫുഡ് വേണ്ട. അപ്പോൾ അദ്ദേഹത്തെ തനിച്ചാക്കി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും എനിക്കൊപ്പം ഉണ്ടായിരുന്ന ഫഹദും കൂടി ഫുഡ് വാങ്ങാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയി. സെൽവൻ ചേട്ടനും രോഹിത്തിനും ഒക്കെ ഫുഡ് വാങ്ങി. ജോർജ് മാത്യു സാറിന് എന്തെങ്കിലും കഴിക്കാനൊന്നും വേണ്ടെങ്കിലും ഒരു ജ്യൂസും ഒക്കെ വാങ്ങി തിരിച്ചെത്തി. ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് വീണ്ടും നമുക്ക് അവിടെ വരെ പോകണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സെൽവൻ ചേട്ടനെ നോക്കി. അപ്പോൾ സെൽവൻ ചേട്ടൻ പറഞ്ഞു, അത് അവർ വൈകിട്ട് എവിടെയോ പോകാൻ നിൽക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി സെൽവൻ ചേട്ടനും കൂടെ വരണമെന്നുണ്ട്.
പക്ഷേ സെൽവൻ ചേട്ടൻ വൈകുന്നേരം ശാന്തിക്ക് പോകേണ്ടതുകൊണ്ട് അദ്ദേഹം അത് അടുത്ത ദിവസത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നതെന്ന് തോന്നിയപ്പോൾ ഞാൻ സെൽവൻ ചേട്ടനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചേട്ടാ ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി കാര്യം മനസ്സിലായി. വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെന്നാൽ പോയിട്ട് പോവാം, നാളെ അവിടെ ഉണ്ട്. ലൊക്കേഷനൊക്കെ തന്നു. അങ്ങനെ ഞാനും ജോർജ് മാത്യു സാറും ഫഹദും രോഹിതും കൂടിയാണ് അങ്ങോട്ടേക്ക് പോണത്. ഞങ്ങൾ നേരെ ചെന്ന് നമ്മുടെ വണ്ടി നിർത്തി. സാറ് വണ്ടി ഇറങ്ങി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ സാറിനെ കണ്ടപ്പോൾ ഈ കുട്ടുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഇവരങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കുന്നവർ ഇന്ന് കേരളത്തിലായാലും ഇന്ത്യയിലായാലും അറിയപ്പെടുന്ന ഒരു പാരാസൈക്കോളജിസ്റ്റ് ജോർജ് മാത്യു സാറിനെ പോലെ ആൾ വീട്ടിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷത്തോടെയാണ് അവിടെ സ്വീകരിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, സോഫയിലിരുന്നു. ഈ സമയത്ത് കുട്ടൂൻ്റെ അച്ഛൻ ഇരുന്ന് കഥകൾ പറയാൻ എന്താണോ പറഞ്ഞത് ഞങ്ങളതിനകത്ത് എഡിറ്റൊന്നും ഇല്ലാണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ അത് എൻ്റെ ഒരു സ്വന്തം വീട്ടിൽ കയറി ചെല്ലുന്നൊരു ഫീലാണ് എനിക്കുണ്ടായത്. ആദ്യത്തെ ദിവസം ഉണ്ടായ ഒരു ശ്വാസമുട്ടലോ വെപ്രാളോ ഭയമോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ആ അച്ഛന് പറയാനുള്ള കഥകളൊക്കെ പറഞ്ഞു. മകൻ്റെ 1ാം വാർഷിക ദിവസം വരുന്നു, എന്നെ അവിടേക്ക് വിളിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ഫ്രിഡ്ജിൽ ലൈറ്റ് കത്തി. പെട്ടെന്ന് അവർ പറഞ്ഞു രോഹിത് വന്നതെന്ന് അറിഞ്ഞിട്ടായിരിക്കാം കുട്ടു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ പോയി നോക്കി, റൂമിലൊക്കെ പോയി തിരിച്ചിറങ്ങി വന്നു. അപ്പോൾ ജോർജ് മാത്യു സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും സാറ് വരണം, അവരുടെ നമ്പറുകളൊക്കെ വാങ്ങി. സാറ് വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പം സാറ് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടുവിനോട് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് എന്താണ് സാറേ സംസാരിക്കണം, ഞങ്ങളെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി ഇറങ്ങി തിരിച്ചു വരുമ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കണം, സാറൊന്നും പറയുന്നുമില്ല. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറേ എന്താണ് സാറിന് തോന്നിയെന്ന് തോന്നുമ്പോൾ സാർ പറഞ്ഞു എനിക്ക് ഒരു സൈക്കിക്കുമായിട്ട് ഞാനൊരു ദിവസം കൂടി അവിടെ പോകുന്നുണ്ട്, ഒരു മീഡിയേറ്ററും കൂടി വേണ്ടി വരും എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും അദ്ദേഹത്തിനോട് ചോദിക്കാൻ നിന്നില്ല. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നാക്കി ഞങ്ങൾ പോരുകയാണ് ചെയ്തത്. 2 ദിവസത്തിന് ശേഷം ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ ചെല്ലുമ്പോൾ കുട്ടുവിൻ്റെ ഒരു മുടിയൊക്കെ വളർത്തിയ താടിയൊക്കെ വെച്ചൊരു വെള്ള ഷർട്ടും ഒരു തോർത്ത് പോലെ എന്തോ ഒന്ന് തോളത്തിട്ടതുപോലൊരു പടം, മനോഹരമായൊരു പടം നമ്മുടെ വീഡിയോയിലൊക്കെ പടം ഭിത്തിയിലുണ്ട്. സാർ കുറച്ചു നേരം ആ നോക്കി എന്നിട്ട് ചോദിച്ചു ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് സാർ പറയുന്നത്. അത് കഴിഞ്ഞ് വന്നു, തിരിച്ചു പോന്നു. 2-3 ദിവസത്തിന് ശേഷം കുട്ടുവിൻ്റെ അച്ഛൻ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രോഹിത്തെ കുട്ടു വന്നിരുന്നു, വീണ്ടും വന്നിരുന്നു, സംസാരിച്ചു. സാറ് വന്നതിലൊക്കെ സന്തോഷമുണ്ട്. അപ്പം കുട്ടു പറഞ്ഞത് കുട്ടു കണ്ടിട്ടുണ്ട് ജോർജ് മാത്യു സാറിനെ, ഏതോ ഒരു ചടങ്ങിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ കൈ കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ സാറിനി വീണ്ടും വരുമോയെന്ന് എനിക്കറിയില്ല, അച്ഛൻ പറയാണ് എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ സമയത്താണ് ഞാൻ ഒരു പുസ്തകം എൻ്റേതായി എഴുതണം എന്നുള്ള ഒരു കണക്ക്. അപ്പോൾ എനിക്ക് ഈ പുസ്തകം എഴുതണമെന്നുള്ള ആശയം അല്ലെങ്കിൽ അതിനെ എന്നെ നിർബന്ധിച്ചത് ഈ പാണ്ഡോര ബുക്സ് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലെ തോമസ് ചേട്ടൻ ആ ബാക്ക് മീഡിയയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. തോമസ് ചേട്ടനാണ് എന്നോട് പറഞ്ഞത് സാറിൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടൊരു പുസ്തകം എഴുതുക, കണ്ട ഗസ്റ്റുകളെ കുറിച്ച്. അപ്പം ഞാൻ വിചാരിച്ചത് പോയ യാത്രകളെ പറ്റി എഴുതാം. ഇപ്പം നമ്മൾ ഓൾറെഡി പോർട്ടലുകൾക്ക് വേണ്ടിയിട്ടും പത്രത്തിന് വേണ്ടിയിട്ട് എഴുതുന്നതുകൊണ്ട് അതെല്ലാം കൂടി വെച്ചൊരു പുസ്തകമാക്കാം. അപ്പോൾ ഈ ദിവസം ഈ കുട്ടുവിൻ്റെ അച്ഛൻ എന്നെ വിളിക്കുന്ന ദിവസം ഈ പുസ്തകത്തിനൊരു പേരിടാൻ വേണ്ടിയുള്ളത് അത്ര പാടില്ല. കുറേ പേരുകൾ ഇങ്ങനെ ആലോചിച്ചു, ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല. അപ്പം കുട്ടുവിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു വേറൊരു സംഭവം കൂടിയുണ്ട്. ജോർജ് മാത്യു സാറുമായിട്ടൊക്കെ അവിടെ പോയിട്ട് വന്ന സമയത്ത് എനിക്ക് എൻ്റെ കമ്പനി നമ്പറിൽ, നമ്മുടെ കമ്പനി വാട്സപ്പ് നമ്പറിൽ ഒരാൾ മെസ്സേജ് അയച്ചു. പുള്ളി പറഞ്ഞത് ഞാൻ ഒരു സൈക്കിക്കാണ്, ഞാൻ കുട്ടുവുമായി സംസാരിച്ചു. അദ്ദേഹം അവകാശപ്പെട്ടത് ഇങ്ങനെയാണ്, കുട്ടുവുമായി സംസാരിച്ചു, കുട്ടു വീണ്ടും ആ കുടുംബത്തിൽ ജനിക്കും. ഇത് വീണ്ടും ആ അച്ഛൻ പറയുന്നുണ്ട് കുട്ടു തിരിച്ചു വരും ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ. കുട്ടുവിൻ്റെ അനിയൻ്റെ മകനായി കുട്ടു ജനിക്കും. കുട്ടുവിൻ്റെ ഒരു ബെഡ്റൂമിൽ ഒരു പുസ്തകത്തിനുള്ളിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, അതെടുത്ത് നോക്കാൻ പറയണം. ഞാൻ ഈ വോയിസുകളൊക്കെ അതേപോലെ കുട്ടുവിൻ്റെ അച്ഛന് ഫോർവേഡ് ചെയ്തു. ഈ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സാറേ അദ്ദേഹം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ അറിയാലോ ഞങ്ങൾ അവിടുത്തെ ഒന്നും നോക്കാതെ ഇരുന്നിട്ടില്ല, എല്ലാം നോക്കിയിട്ടുണ്ട്, ഇപ്പോഴും നോക്കി, അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ അദ്ദേഹം പറയുന്നത് കാര്യമാക്കി എടുക്കുന്നില്ല. കുട്ടു എൻ്റെ ഇളയ മകൻ്റെ മകനായിട്ടൊന്നും അല്ല ജനിക്കാൻ പോണേ, കുട്ടു വരും, ഞങ്ങളുടെ കൂട്ടത്തിൽ വരും, ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് രോഹിതിന് ഒരുപാട് പേരിവിടെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഒന്നും
കുട്ടുവിനെ കാണാൻ പറ്റിയിട്ടില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല. രോഹിതനത് പറ്റിയിട്ടുണ്ടെങ്കിൽ രോഹിത് ഇവിടെ വരുന്നത് കുട്ടുവിന് ഇഷ്ടമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ രോഹിതിന് രണ്ടാമത് ഇവിടെ വരാൻ പറ്റില്ല, ആ റൂമിൽ കയറാൻ പറ്റില്ല. രോഹിത് അന്ന് റൂമിൽ കയറി പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ ആരും ആ റൂമിലേക്ക് ആരും ഒറ്റയ്ക്ക് വിടാറില്ല. മാത്രമല്ല ഞങ്ങൾ വരും സാറേ, ഇങ്ങനെയാണ് അദ്ദേഹം, ഞങ്ങൾ വരും രോഹിത്തെ ചോദിച്ചാൽ എങ്ങോട്ടേക്ക്, രോഹിതിനെ കാണാൻ ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും കുട്ടുവും കൂടി വരും, ഇപ്പോഴല്ല എൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾ വരും. ഭയങ്കര ഷോക്കിംഗ് ആയി ആ പുള്ളി അത് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാനൊരു പേപ്പറിൽ, ഞാനിങ്ങനെ ക്യാബിലിരിക്കുക, പേപ്പറിൽ എഴുതിയതാണ് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത്. അപ്പോൾ എനിക്ക് വേണ്ടി ഈ പുസ്തകത്തിൻ്റെ ബാക്കി വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുണ്ട്, ആർഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹർഷേ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനം പബ്ലിഷ് ചെയ്യുന്നില്ല ഇപ്പോൾ, അത് മാറ്റിവെക്ക്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എന്നുള്ളതാണ്. കുട്ടുവിൻ്റെ കഥയാണ്. കുട്ടുവുമുണ്ട് എന്നുള്ളതാണ്, കുട്ടുവുമുണ്ട്. അപ്പം ഞാനിത് പുസ്തകത്തിൻ്റെ പേര് ഇട്ട് കഴിഞ്ഞു, പുസ്തകം ഏകദേശം പകുതിയിൽ കൂടുതലായി. അപ്പോൾ ഞാൻ തോമസ് ചേട്ടനുമായിട്ട് ആലോചിച്ചു. ഞാൻ 20-ാം തീയതി സ്പിരിച്വൽ അവേഴ്സിൻ്റെ വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരുടെ ആ ബാക്ക് മീഡിയയുടെ പ്രേക്ഷകരെ മുന്നിൽ വെച്ച് എൻ്റെ കവർ പേജ് പ്രകാശനം നടത്താം. അപ്പോൾ പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റില്ല, അത് അച്ചടിച്ച് വരണം, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ശ്രീധരനെ വിളിച്ചു, നമ്മുടെ പൈങ്കിളി സിനിമയുടെ ഡയറക്ടർ ശ്രീധരൻ വരാമെന്ന് പറഞ്ഞു. ഇപ്പം ഗുരുക്കന്മാരുണ്ടാവും, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ടാവും. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് ഈ കവർ പേജ് പ്രകാശനം ചെയ്യാൻ വേണ്ടി എല്ലാം തീരുമാനിച്ചു. കവർ പേജ് ഡിസൈൻ ചെയ്തു, പേരിട്ടു. എങ്കിലും ഇത് ഞാൻ കുട്ടുവിൻ്റെ അച്ഛനോട്, കാരണം ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞില്ല. ഈ ദിവസങ്ങളിലാണ് കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ പോപ്പിൻസ് ചാനലിന് വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ ഭരണിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഋഷാദിനോടും ഭഗതിനോടും പറഞ്ഞു, നിങ്ങൾ വീഡിയോ എടുക്കാൻ പോകണം നാളെ. അപ്പോൾ ആ തലേ ദിവസം എൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു, ആഹാരം എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നാളെ പോയി എടുക്കണം. അപ്പോൾ വൈഫ് പറഞ്ഞു, നമുക്കും വാ, വെറുതെ ഇരിക്കുകയല്ലേ, വൈഫിന് സ്കൂളില്ല, വെക്കേഷൻ ആണല്ലോ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ വെളുപ്പിന് 6 മണിക്ക് ഓഫീസിൽ വരാൻ, വന്നിട്ട് നമുക്ക് 2-4 പേർ കൂടി പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ആയപ്പോൾ വേറെ 1-2 കാരണങ്ങൾ കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് മെസ്സേജ് അയച്ചു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഭരണിക്ക് പോകണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ചയായപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ അരുണ് പറഞ്ഞു, ചേട്ടാ കോവിലിൽ പോവാം, ഭരണിക്ക് പോവാം. അപ്പം ഞാനും രാഹുലും അരുണും ഞാനും അഞ്ജു, നമ്മൾ 4 പേരല്ലേ പോയി. നമ്മൾ 4 പേരുടെ ആ ഭരണിക്ക് പോയത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഭരണിക്ക് പോയി നമ്മൾ പറയുന്ന ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ്, സാധാരണഗതിയിൽ ഈ ഉത്സവ പറമ്പുകളിൽ നിന്ന് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങാറില്ല, പൊതുവേ ഇത് കളിപ്പീരാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. വരുമ്പോഴാണ് ഒരു എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യക്കാരനായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ, രാഹുലിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അപ്പോൾ സാധാരണ ഇതിൽ ഇതൊക്കെ അരുണാണ് ഇങ്ങനെ നോക്കാറ്. വന്നപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ രുദ്രാക്ഷത്തിൻ്റെ ഒരു കളക്ഷൻ കണ്ടിട്ട് ഞാൻ ആ രുദ്രാക്ഷം വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൊള്ളാവുന്ന ഒരു 5 മുഖമുള്ള ഒരു രുദ്രാക്ഷം, എൻ്റെ കഴുത്തിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് 5 മുഖമുള്ളൊരു രുദ്രാക്ഷം, ആ രുദ്രാക്ഷം നമ്മൾ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു കരിങ്ങാലിമാല ഇരിക്കുന്നത്. അപ്പോൾ കരിങ്ങാലിമാലയെക്കുറിച്ച് ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ തന്നെ പുള്ളി ഒരു സാൻഡ് പേപ്പറൊക്കെ എടുത്ത് തുറച്ച് വെള്ളത്തിൽ കലക്കി കാണിക്കുന്നു. അപ്പോൾ അത് ഒറിജിനലാണ് എന്നൊരു ഫീൽ നമുക്കുണ്ടായി. നമ്മൾ ആ കരിങ്ങാലിമാലയും കരിങ്ങാലിയുടെ പൂവ് എന്ന് പറഞ്ഞിട്ടൊരു ലോക്കറ്റ്, ഒരു രുദ്രാക്ഷം പോലെ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പം രസകരമായിട്ട് തോന്നിയതുകൊണ്ട് അത് രണ്ടും വാങ്ങി. അപ്പോൾ ഇതിന് വാങ്ങിയെങ്കിലും ഇത് നമ്മുടെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം ഇപ്പം തന്നെ 2 മാലകൾ കഴുത്തി കിടക്കും, ഇനി ഇട്ട് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആണെന്ന് പറയും എന്നുള്ളതുകൊണ്ട് ഞാനിത് വാങ്ങി ഒരു മനോഹരമായ പൗച്ചിലടച്ച് എൻ്റെ ബെഡ്റൂമിൽ ഡ്രോയിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഞാനിത് പറയുന്നതിലേക്ക് കാരണമുണ്ട്, എന്തിനാണ് ഞാനത് വാങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടുവിൻ്റെ അച്ഛൻ എനിക്കൊരു നമ്പർ അയച്ചു തന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹം വീട്ടിൽ വന്നിരുന്നു, ജോർജ് മാത്യു സാർ പറഞ്ഞിട്ടാണ് വന്നത്, സാർ ഒന്ന് വിളിച്ച് സംസാരിക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ചില്ല, അദ്ദേഹത്തെ വിളിച്ചില്ല. അപ്പം ഇന്നലെ രാത്രിയിൽ, അപ്പം നമ്മുടെ പരിപാടി അടുത്ത് വരുവാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. രാത്രിയിൽ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഒന്ന് പുറത്തു പോയി, 2 വീലറിലാണ് പോയത്. ഇന്നലെയല്ല, മെനഞ്ഞാന്ന് കേട്ടോ, മെനഞ്ഞാന്ന് 2 വീലറിൽ പോയി തിരിച്ചു വരുമ്പോൾ വൈഫ് 2 വീലറിലോട് ഞാൻ ബാക്കിലിരിക്കുമ്പോൾ കുട്ടുവിൻ്റെ അച്ഛൻ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, രോഹിത് ഫ്രീ ആണെങ്കിൽ ഒന്ന് വിളിക്കുമോ, നമ്മളൊരു 10 മിനിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇദ്ദേഹം ഫോൺ എടുത്ത് തിരിച്ചു, ഒരു പരിപാടി എനിക്കൊരു 10 മിനിറ്റ് തിരിച്ചു വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ശരി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, അയ്യോ ഇദ്ദേഹം പറഞ്ഞ ആളെ ഞാൻ വിളിച്ചില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു.
അപ്പോൾ അദ്ദേഹം ഒരു പ്രൊഫസറാണ്, ജോർജ് മാത്യു സാറിൻ്റെ കൂടെയുള്ള സൈക്കിക്കാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഒരു ഞെട്ടിപ്പിക്കുന്ന എക്സ്പീരിയൻസാണ്. എന്തായിരുന്നു? ഇദ്ദേഹം നമ്മളെ രണ്ടാമത്തെ വീഡിയോ, ജോർജ് മാത്യു സാറിൻ്റെ വീഡിയോ 2-3 ദിവസം മുമ്പോട്ട് രാത്രിയിൽ ആരോ വന്ന് കാലിൽ തട്ടി വിളിക്കുന്നതായിട്ടും ഒക്കെ കണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കുക. ആ ഫീൽഡ് ഞെട്ടിക്കൊണ്ടിരുമ്പോൾ മുടിയുള്ള താടി വെച്ച ഒരു പയ്യൻ, ആരാന്നറിയില്ല, മുഖം വ്യക്തമൊന്നുമല്ല. ഒരു ദിവസമായി 2 ദിവസമായി 3-ാമത്തെ ദിവസം ഇങ്ങനെ തട്ടി വിളിച്ച് ഉണർന്നു. ഭാര്യയെ ഉണർന്നു എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കിടന്നു. ആ സമയത്ത് ഭാര്യ ഉറക്കം പോയിട്ട് യൂട്യൂബ് എടുത്ത് നോക്കുമ്പോഴാണ് ജോർജ് മാത്യു സാറും നമ്മളും കൂടി കുട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ ഈ പയ്യനാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ആള് സൈക്കിക്കാണ്. അങ്ങനെ ജോർജ് മാത്യു സാറിനെ വിളിച്ചോട്ട് ചോദിച്ചു, ഞാൻ അവിടെ പോയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞു പോയിട്ട് വരൂ. അങ്ങനെ ഇദ്ദേഹം കുട്ടൂൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ട് ആ വീട്ടിലേക്ക് പോയി. ലൊക്കേഷനൊക്കെ വഴിതെറ്റിയതോ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടാണ് തിരിച്ചവിടെ എത്തി. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് മാമ്പഴമാണ്. കുട്ടൂൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ 2 മാങ്ങകൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് കടന്നു വീണു. എന്നിട്ട് ഇത് അവരെ കൊടുത്ത് ഇതെനിക്കുള്ളതാണ്, കുട്ടു എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ട് അദ്ദേഹം ആ വീട്ടിലിരുന്നു. ഫ്രിഡ്ജിലൊക്കെ പോയി നോക്കി. കുട്ടുവിൻ്റെ ബെഡ്റൂമിൽ പോയി കുട്ടുവിൻ്റെ ബെഡിലിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ ഇരിക്കരുത്, അവിടെ ആരും ഇരിക്കുന്നതാണ് ഇഷ്ടമല്ല. പറഞ്ഞില്ല, ഞാൻ ഇരുന്നതല്ല, എന്നെ അവൻ ഇരുത്തിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു കരിങ്ങാലിമാലയുണ്ട്, ഈ പോയ പ്രൊഫസറിനെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു കുട്ടുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കരിങ്ങാലിമാല ക്വാളിറ്റി ഉള്ളത് വാങ്ങണം എന്നുള്ളത്. അത് വാങ്ങിയില്ല. അവൻ നല്ലതൊരെണ്ണം വാങ്ങി വെക്കണം, അവൻ്റെ ആഗ്രഹത്തിന് വാങ്ങി വെക്കണം. അപ്പോൾ ഇതെന്നോട് പറയുന്നത് ഈ പ്രൊഫസറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ എക്സ്പീരിയൻസുകൾ അവിടെ പറഞ്ഞു. അത് എനിക്ക് ഞാൻ പറയുന്നതിനേക്കാൾ അദ്ദേഹവുമായി ഇരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ കൊണ്ടുവരാം, പ്രേക്ഷകരിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാം. പെട്ടെന്ന് ഞാൻ ഈ കഥ കേട്ടിട്ട് പെട്ടെന്ന് എൻ്റെ മേശയുടെ ഡ്രോ തുറന്ന് ഞാൻ ബെഡ്റൂമിൽ നിന്നിട്ടല്ലേ വിളിക്കണേ. നോക്കുമ്പോൾ ഈ മാല എവിടെ ഇല്ല, ഈ ലോക്കറ്റ് മാത്രം ഒടിച്ചിട്ടുണ്ട്. ഞാൻ അവിടുത്തെ വൈഫിനോട് ഇവിടുന്ന് മാല എവിടെയെന്ന് ചോദിച്ചു. അവിടെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാന്ന് എടുത്ത് വെച്ചു. ഈ ഫോൺ കട്ടാവുന്നു. കുട്ടുവിൻ്റെ അച്ഛൻ വീണ്ടും എന്നെ വിളിക്കുന്നു. അപ്പം ഇദ്ദേഹം വന്ന കഥകളും കാര്യങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഈ കരിങ്ങാലിമാലയുടെ കഥ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തിനാണെന്നറിയാതെ ഒരു കരിങ്ങാലിമാല അതിന് പറ്റിയ ലോക്കറ്റ് ഞാൻ വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് അടുത്ത തവണ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ കുട്ടുവിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിപ്പിച്ചതായിരിക്കാം, ഞാനത് കൊണ്ടുതരാം. കുട്ടു തോന്നിപ്പിച്ചതാ മേ ബി, അറിയില്ല, എനിക്കറിയില്ല. കൊണ്ടുതരാമെന്ന് പറഞ്ഞു. എന്നെ അങ്ങനെയാണ് എന്തായാലും ഞാനത് വാങ്ങി വെച്ചു. ഞാൻ വാങ്ങി വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വെള്ളി കെട്ടിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വെള്ളി കെട്ടിയ കരിങ്ങാലിമാലയൊക്കെ ജ്വല്ലറിയിൽ കിട്ടും. ആർക്കൊക്കെയോ എന്തൊക്കെയോ ആരോടൊക്കെയോ പറയാനുണ്ടാവും. അതിനൊക്കെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ മാധ്യമങ്ങളാകും എന്നുള്ളതാണ്. എനിക്കറിയില്ല, ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിൽ ചിലതെങ്കിലും നമുക്ക് പറയാൻ സാധിച്ചാൽ തീർച്ചയായും അതൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എന്ന പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനം 20-ാം തീയതിയാണ് സ്പിരിച്വൽ അവേഴ്സിൻ്റെ വേദിയിൽ വെച്ച്. ആ പുസ്തകത്തിലൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്. എവിടെ എത്തും, എവിടെ നിൽക്കും, എന്ത് സംഭവിക്കും അറിയില്ല. എന്തായാലും ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതല്ലേ എവിടെയോ ചെന്ന് നിൽക്കാം. യെസ്.